ഹായ് ഓൾ. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ റിവിഷനാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ഈ ബിസിനസ് മാനേജ്മെൻറ്റ് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററാണ്, നിങ്ങളുടെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ തേർഡ് മൊഡ്യൂളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ തേർഡ് മൊഡ്യൂള് കംപ്ലീറ്റ് ആയില്ലായിരുന്നു, പക്ഷേ ഞാൻ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഫോർത്ത് മൊഡ്യൂൾ തൊട്ടാണ്. അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് കുറച്ച് പോർഷൻ നമ്മൾ എടുക്കാത്തതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഫിസിക്കൽ ക്ലാസ്സിൽ വന്നിരുന്ന് നമ്മൾ പഠിച്ചിരുന്നത് തേർഡ് മൊഡ്യൂളിൽ ഓർഗനൈസേഷൻ, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ അവിടെ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ച് നിർത്തിയത് അവിടെ കൂടെ നിർത്തിയിട്ട് ഫോർത്ത് മൊഡ്യൂളായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എടുത്ത് പഠിപ്പിച്ച് തീരാനുള്ള ആ പോർഷനാണ് ഞാൻ എടുക്കാനായിട്ട് ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പേജ് നമ്പർ 82 ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചിരുന്നു. അല്ല, അതായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ലൈൻ ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആൻഡ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ലൈൻ ഓർഗനൈസേഷൻ എന്താണെന്നും ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്താണെന്നും ലൈൻ ആൻഡ് സ്റ്റാഫും അതുപോലെ തന്നെ പ്രോജക്റ്റ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നതായിരുന്നു. ഇനി ഫിഫ്ത്ത് വന്നിരിക്കുന്നത് നമുക്ക് മെട്രിക്സ് ഓർഗനൈസേഷൻ തൊട്ടാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ഈ തീർക്കാനുള്ള കുറച്ച് പോർഷൻ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനത് എല്ലാം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മെട്രിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദി ലേറ്റസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ഡിസൈൻസ് വിച്ച് മേക്സ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ. മെട്രിക്സ് ഓർഗനൈസേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷൻ ആൻഡ് പ്രോജക്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പം മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷനിലെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെയും പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നോക്കിക്കേ, എന്താണ് പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ എന്നും ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്താണെന്നും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് വിൽ ബി ക്രിയേറ്റഡ് ബേസിങ് ഓൺ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഓരോ ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിരിക്കുന്നതിനായിരുന്നു ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഓഫീസ്, പർച്ചേസ് ഓഫീസർ, മാർക്കറ്റിംഗ്, ചീഫ് അക്കൗണ്ടൻറ്റ്, വർക്ക് മാനേജർ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് തിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ ഫങ്ഷണൽ ഹെഡിനെയും കൊടുക്കുന്നതിനായിരുന്നു ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഹാസ് ടു എക്സിക്യൂട്ട് ലാർജ് പ്രൊജക്റ്റ് ഓഫ് ലോങ് ഡ്യൂറേഷൻ. അപ്പോൾ ഒരു ലോങ് ഡ്യൂറേഷനിലോട്ട് ലാർജ് പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനാണ് പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ഡ്യൂറേഷനിലുള്ള പ്രൊജക്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ. അപ്പോൾ ഈ രണ്ടിനും കൂടി കോമ്പിനേഷനാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ. ഇനി ഓർഗനൈസേഷൻ ദാറ്റ് എംപ്ലോയ്സ് എ മൾട്ടിപ്പിൾ കമാൻഡ് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ദ മൾട്ടിപ്പിൾ കമാൻഡ് സ്ട്രക്ചർ but also related support mechanism and an associated organization culture and behavior pattern. Thus the essence of matrix organization is the combining of functional and project forms of organization. ഇവിടെ വന്നിരിക്കുന്നത് ഈ മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് തിരിച്ചിരിക്കും. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ കമാൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കമാൻഡ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അവർക്കുള്ളിൽ വീണ്ടും സബ് കമാൻഡിങ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയൊരു നമ്മുടെ ശരിക്കും നമ്മുടെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ പോലെ തന്നെയാണ് കൾച്ചർ ആൻഡ് ബിഹേവിയർ പാറ്റേൺ അനുസരിച്ചാണ് ഈ മെട്രിക് ഓർഗനൈസേഷനും പോകുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ചുമതല അനുസരിച്ച് എക്സിക്യൂട്ടീവ്, ചീഫ് എക്സിക്യൂട്ടീവ്, മാനേജർ, അതുപോലെ ഫങ്ഷൻ വൈസ് തിരിച്ച് ഓരോ ബിഹേവിയർ പാറ്റേൺ അനുസരിച്ച് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിക്കുന്നതിനാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഫോക്കസസ് അറ്റൻഷൻ ആൻഡ് റിസോഴ്സസ് ഓൺ എ സിംഗിൾ പ്രൊജക്റ്റ് വിച്ച് ഫെസിലിറ്റേറ്റ് ബെറ്റർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പം വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഒരു സിംഗിൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞേക്കുന്ന പോലെ ഫങ്ഷണൽ ബേസിസ് ആയിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ പ്രൊജക്റ്റിന് വേണ്ടി, ലോങ് ഡ്യൂറേഷനുള്ള ഒരു സിംഗിൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി പറഞ്ഞേക്കുന്ന അഡ്വാൻറ്റേജ്, പ്രോജക്റ്റിംഗ് ടൈം, കറക്റ്റ് ടൈമിൽ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഫ്ലെക്സിബിളാണ്,
പിന്നെ പറഞ്ഞിരിക്കുന്നത് മോട്ടിവേഷൻ, ഒരു പ്രൊജക്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു. കാരണം ഓരോരുത്തർക്കും അതിന് മേളിൽ ഹെഡ് ഉണ്ടായിരിക്കും, അതിന് മേളിൽ വീണ്ടും ചീഫ് ഹെഡ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസിന് പേഴ്സണലായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ പ്രൊഫഷണലിൻ്റെ സർവീസും കൂടി നമുക്കിതിന് ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് മെയിൻറ്റെയിൻ ഹൈ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആയിട്ടുള്ളതായിരിക്കും മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നു, ഇറ്റ് മേ റിസൾട്ട് ഇൻ പവർ സ്ട്രഗിൾ ആൻഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ഓർഗനൈസേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. അപ്പം പവർ സ്ട്രഗിൾ ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കമാൻഡിങ് ഓഫീസേഴ്സ് കൂടുതലായിരിക്കും. ഏറ്റവും മെയിൻ ആൾ, ഒപ്പം അതിൻ്റെ കീഴിൽ ഒരാൾ, പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഹെഡ്. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ്, ഈ കമാൻഡ് ഓഫീസേഴ്സ് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് കൺഫ്യൂഷൻ എമംഗ് പേഴ്സണൽ ടു ഐഡൻറ്റിഫൈ ദർ റെസ്പെക്റ്റീവ് സുപ്പീരിയേഴ്സ്. അപ്പം അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും കമാൻഡ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. പക്ഷേ എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അല്ലെങ്കിൽ ഏത് ഹെഡിൻ്റെ ഇൻസ്ട്രക്ഷനാണ് അവർ ഫോളോ ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കോർഡിനേറ്റ് ദ പേഴ്സണൽ ഫ്രം ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പല ഫംഗ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എംപ്ലോയീസിനെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഈസിലി പോസിബിൾ ടു ടേക്ക് ജോയിൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിച്ചേക്കുന്നതുകൊണ്ട് ജോയിൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനും അതുപോലെ റിസോഴ്സ് ഷെയർ ചെയ്യാനായിട്ട് ഡിലേ ആയിരിക്കും, അല്ലെങ്കിൽ പോസിബിൾ ആയിരിക്കത്തില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആർ വെരി ഹൈ. അപ്പോൾ പറഞ്ഞേക്കുന്ന ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ ഹെഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർക്കെല്ലാം നമ്മൾ സാലറി അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെയും പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ്റെയും ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതാണ്, പക്ഷേ ആ പ്രൊജക്റ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് ഓർഗനൈസേഷനെ തിരിച്ചേക്കുകയാണ്. ഇനി അടുത്ത 6 വന്നിരിക്കുന്നത് കമ്മിറ്റി ഓർഗനൈസേഷൻ. It may be defined as a group of people who makes decision or presents point of view and whose conduct is governed by a set of rules. അപ്പോൾ ഒരു സർട്ടൺ റൂൾസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഓർഗനൈസേഷൻ, അതിലുള്ള അതിൻ്റെ മെമ്പേഴ്സായിട്ടുള്ളവർ, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർ ഡിസിഷൻ എടുക്കുകയും ഒരുമിച്ച് അവരുടെ പോയിൻറ്റ്സ് ഓഫ് വ്യൂ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം വ്യത്യാസം ഇതേ ഉള്ളൂ, ഒരു സെറ്റ് ഓഫ് റൂൾസാണ് ഇത് ഗവേൺ ചെയ്യുന്നത്. ഈ കമ്മിറ്റീനെ ഗവേൺ ചെയ്യുന്നതല്ല, കമ്മിറ്റി മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം റൂൾസ് ആർ റെഗുലേഷനാണ്. ഈ റൂൾസ് ആർ റെഗുലേഷൻ അനുസരിച്ച് ആൾക്കാർ ഒത്തുകൂടുകയും അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് കമ്മിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് പൂളിംഗ് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് അല്ല നോളജ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നത് വഴി. അതുപോലെ മോട്ടിവേഷൻ ത്രൂ പാർട്ടിസിപ്പേഷൻ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. പിന്നെ ഒരു കോർഡിനേഷൻ്റെ ഒരു ടൂളാണെന്ന് പറയാം, കാരണം കമ്മിറ്റി ഫോമിൽ വരുമ്പം ഒരു കോർഡിനേഷൻ ടൂൾ വരുന്നു. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാം, പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാം കൂടി ഒരു റെപ്രസെൻറ്റേഷൻ ഒരു കമ്മിറ്റിയിൽ കിട്ടുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കൺസോളിഡേഷൻ ഓഫ് അതോറിറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് വൈസൊക്കെ ഒന്നും ആയിട്ട് തിരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതോറിറ്റി കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് തോന്നിയിരിക്കുന്നത്. ആരുടെ കയ്യിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കണം, ആരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് പോകേണ്ടതെന്നൊക്കെയുള്ള ഒരു അതോറിറ്റി കൺസോളിഡേറ്റ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ ഉള്ളത് പവർ മിസ്യൂസ് ചെയ്യുന്നതിനെതിരെയായിട്ട്, കാരണം ആരും ഇതിനകത്ത് ഹെഡായിട്ട് വരുന്നില്ല, റൂൾസാണ് ശരിക്കും പറഞ്ഞതിൻ്റെ ഹെഡായിട്ട് വരുന്നത്. റൂൾസ് ആർ റെഗുലേഷൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് മിസ്യൂസ് ഓഫ് പവർ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവോയ്ഡ് ആക്ഷൻ, ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്യുന്നു. ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇവർ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഫോമിൽ ചെയ്യുന്നതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആക്ഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കുന്നത് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര എല്ലാവരും വന്നുകൂടി ജോയിൻറ്റ് ചെയ്ത് കമ്മിറ്റി രൂപീകരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ അതിനനുസരിച്ചുള്ള പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെയുള്ള സ്ലോ ഡിസിഷൻ ആയിരിക്കും, കാരണം എല്ലാവരും ചർച്ച ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ സ്ലോ ഡിസിഷൻ ആയിരിക്കും. കോംപ്രമൈസ് ഡിസിഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആകുമ്പോൾ ഒരു പക്ഷേ ഓർഗനൈസേഷൻ അത് ഓക്കെ ആവണമെന്നില്ല, അങ്ങനെ ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും എടുക്കാനായിട്ട് ചാൻസ്. പിന്നെയുള്ള ഇവേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രൂപ്പായിട്ട് എടുത്ത തീരുമാനം ആയതുകൊണ്ട് നമുക്ക് ആരെയും അതിനകത്ത് റെസ്പോൺസിബിൾ ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു റോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആരാണ് ഈ ഡിസിഷൻ എടുത്തതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെയുള്ള മിസ്യൂസ് ഓഫ് കമ്മിറ്റി,
അത് ആക്ഷൻ എടുക്കാതെ അല്ലെങ്കിൽ അൺപ്ലസൻറ്റ് ഡിസിഷനൊക്കെ എടുത്ത് ഈ കമ്മിറ്റീനെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിന് എതിരെയും ചിലപ്പം കമ്മിറ്റി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. ലൈൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, പിന്നെ രണ്ടിനും കൂടി ജോയിൻ ചെയ്ത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, മെട്രിക്സ് ആൻഡ് കമ്മിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പഠിച്ചു വെച്ചോണം. ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓർഗനൈസേഷൻ ചാർട്ടും ഓർഗനൈസേഷൻ മാനുവലും രണ്ടും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ ഓർഗനൈസേഷൻ ചാർട്ട് ഈസ് എ ഗ്രാഫിക് റെക്കോർഡ് വിച്ച് ക്ലിയർലി പിക്ചർ ദ ഫോമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഫോമലായിട്ടുള്ള സ്ട്രക്ചർ നമ്മളെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഗ്രാഫിക് റെക്കോർഡിനെയാണ് ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ ഫോമൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ സുപ്പീരിയർ ആരാണ്, സുപ്പീരിയർ ആരൊക്കെയാണ്, സബോർഡിനേറ്റ്സ് എന്നുള്ള റിലേഷൻഷിപ്പ് ഫോമലായിട്ട് കാണിക്കുന്നതാണ് ഓർഗനൈസേഷൻ ചാർട്ട്. A chart is a blueprint of company organization, its functions, lines of authority and key position. അപ്പം ഇതൊരു ഗ്രാഫിക്കായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ കമ്പനീനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, കമ്പനിയുടെ ഫങ്ഷൻസ്, ഓരോരുത്തർക്കുള്ള ഒരു അതോറിറ്റി എത്രത്തോളമാണ്, ഓരോരുത്തരുടെ പൊസിഷൻ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർഗനൈസേഷൻ ചാർട്ടിൽ കാണിച്ചിരിക്കും. ഇറ്റ് ഈസ് എ ഗ്രാഫിക് പോർട്ടൈൽ ഓഫ് പൊസിഷൻസ് ഇൻ ദ എൻ്റർപ്രൈസസ് ആൻഡ് ദ ഫോമൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദം. അപ്പോൾ നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ ഓരോ പൊസിഷൻസിൻ്റെ ഒരു പോർട്രയിലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫോമൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നുള്ള കാര്യം ഓർഗനൈസേഷൻ ചാർട്ടിൽ കാണിച്ചിരിക്കും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ നോക്കിയാൽ മതി. ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരിക്കുന്ന ഡയഗ്രമായിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫംഗ്ഷനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജ് ആയിട്ട് അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കീ പൊസിഷൻസ് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നു, ഓരോ ആക്ടിവിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത്. ഡിസഡ്വാൻറ്റേജിലും പറഞ്ഞിരിക്കുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് ചിലപ്പോൾ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് റിജിഡിറ്റി വരും റിലേഷൻഷിപ്പിൽ, എന്ന് പറഞ്ഞാൽ ഫോമലായിട്ട് തന്നെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി ഓർഗനൈസേഷൻ ചാർട്ട് എന്താണെന്നുള്ളത്. നമ്മുടെ ഓർഗനൈസേഷനിലെ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഫോമലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷണൽ മാനുവൽ. An organization manual includes descriptions of each job and other information. അപ്പം ഓരോ ജോലിയെ സംബന്ധിച്ചുള്ള ഡിസ്ക്രിപ്ഷനും മറ്റ് ഇൻഫർമേഷൻസിനും കാണിക്കുന്ന ഉള്ള ഒരു അതോറിറ്റി ഗൈഡിംഗ് ആണ് ഓർഗനൈസേഷൻ മാനുവൽ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ടോപ്പ് മാനേജർ ഡിസിഷൻസ്, സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് വേരിയസ് ജോബ്. അപ്പോൾ ഒരു ജോലിയെ സംബന്ധിച്ചുള്ള ഡിസ്ക്രിപ്ഷനും അതുപോലെ നമ്മൾ കമ്പനി ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസും പ്രൊസീജിയർ എന്താണെന്നുള്ളതും അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ കീ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എന്താണെന്നുള്ള കാര്യമെല്ലാം ഓർഗനൈസേഷൻ മാനുവലിൽ കാണിച്ചിരിക്കും. ദിസ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ എ ലൂസ് ലീഫ് ബുക്ക് ഫോം. ഇപ്പോൾ ഒരു ബുക്ക്ലെറ്റ് ഫോമിലാണ് ഓർഗനൈസേഷൻ മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓർഗനൈസേഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പോളിസീസും അതോറിറ്റീസ് ആരൊക്കെയാണെന്നുള്ളതും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഓരോ യൂണിറ്റിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ കോളേജിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് കോളേജ് ഡയറി തരും. അതൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻ മാനുവലിൻ്റെ ഒരു പാർട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് എ മാനുവൽ സെറ്റിങ്സ് ക്വിക്കലി ഓൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാനുവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഓരോ സമയത്ത് മാനേജേഴ്സ് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇത്രയാണ്, പ്രൊസീജിയർ ഇത്രയാണെന്നുള്ള റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഉള്ളത് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസിൻ്റെ പ്രൊസീജിയറിൽ യൂണിഫോമിറ്റി കൺസിസ്റ്റൻസിയും പ്രൊവൈഡ് ചെയ്യുന്നു. പുതിയ എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ മാനുവൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ മാനുവലിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്മോൾ കൺസേൺ കാനോട്ട് അഫോർഡ് ടു ഹാവ് എ മാനുവൽ. ഇപ്പോൾ ചെറിയ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഫോമിലൊരു ഓർഗനൈസേഷൻ മാനുവൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതൊരു കോസ്റ്റ്ലി അതുപോലെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സുമാണ്. പിന്നെ ഉള്ളത് ഓർഗനൈസേഷൻ്റെ റിജിഡിറ്റി കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരെയും പൊസിഷൻ എത്രയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്കോപ്പ് ഉണ്ടാകത്തില്ല. ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ടുള്ള സ്കോപ്പൊന്നും അതിനകത്ത് ഉണ്ടാകത്തില്ല. അതുപോലെ ഇറ്റ് പുട്സ് ഓൺ റെക്കോർഡ് ദോസ് റിലേഷൻ വിച്ച് നോ വൺ ലൈക്സ് ടു സീ എക്സ്പോസ്ഡ്. പിന്നെ ഉള്ളത് ഓരോ പുറത്ത് കാണിക്കാൻ പറ്റുന്നത് വെച്ചാൽ ആരൊക്കെയാണ് സബോർഡിനേറ്റ്സും ആരൊക്കെയാണ് സുപ്പീരിയർ എന്നുള്ള ഒരു കാര്യമൊക്കെ ചിലപ്പോൾ പുറത്ത് പറയാൻ ചില എംപ്ലോയീസിനെ സംബന്ധിച്ച് മടിയായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസേഷൻ മാനുവലിൽ കാണിച്ചിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്.
നെക്സ്റ്റ് നമുക്കുള്ളത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാം. അതോറിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പറഞ്ഞു പോകാം. അതോറിറ്റി റെഫേഴ്സ് ടു ദ പവേഴ്സ് ആൻഡ് റൈറ്റ്സ് എൻട്രസ്റ്റഡ് ടു എ പേഴ്സൺ ടു പെർഫോം എ വർക്ക് ഡെലഗേറ്റഡ്. അപ്പം ഒരു ഡെലഗേറ്റ് ചെയ്തേക്കുന്ന വർക്ക് പെർഫോം ചെയ്യാനായിട്ട് ഒരു പേഴ്സണിനുള്ള പവർ അല്ലെങ്കിൽ റൈറ്റിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഗിവിങ് ഓർഡേഴ്സ്, ഓർഡർ കൊടുക്കാനുള്ള ഒരു അതോറിറ്റി, ഒരു പവർ, അതിനൊക്കെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി ഈസ് എ ലീഗൽ ഓർ റൈറ്റ്ഫുൾ പവർ, എ റൈറ്റ് ടു കമാൻഡ് ഓർ ടു ആക്ട്. അപ്പം കമാൻഡ് കൊടുക്കാനും അതുപോലെ ആക്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള റൈറ്റ് കൊടുക്കുന്നതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പവർ ടു കമാൻഡ് അതേഴ്സ് ടു ഡു ഓർ നോട്ട് ടു ഡു എ സർട്ടൺ തിങ്. ചില കാര്യങ്ങൾ ചെയ്യാനും ചെയ്യരുതെന്നും പറയാനുള്ള ഒരു കമാൻഡ് കൊടുക്കുന്ന ഒരു പവർ, ആ ഒരു പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഹെൻറി ഫയലിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്, ഈസി ആയിട്ടുള്ളതാണ്. അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് പവർ ടു എക്സാക്റ്റ് ഒബീഡിയൻസ്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഓർഡേഴ്സ് കൊടുക്കാനുള്ള ഒരു റൈറ്റും അതുപോലെ തന്നെ അവരുടെ അടുത്തുനിന്നും ഒബീഡിയൻസ്, അനുസരണം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് ഒരു റെസ്പെക്റ്റ് കിട്ടാനുമായിട്ടുള്ള ഒരു ടൂളാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരുന്നതാണ്, ഹെൻറി ഫയൽ പറഞ്ഞിരിക്കുന്നതാണ്. അതോറിറ്റി ഈസ് എ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് പവർ ടു എക്സാക്റ്റ് ഒബീഡിയൻസ്. ഓർഡർ കൊടുക്കാനും അവരിൽ നിന്ന് അതിനുള്ള റിസൾട്ട് അക്യൂർ ചെയ്യാനുള്ളൊരു പവർ. ഇനി അതോറിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് റൈറ്റ് അതോറിറ്റി. ദർ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് റൈറ്റ് ഇൻ അതോറിറ്റി. അതോറിറ്റിയിൽ ഒരു റൈറ്റ് ഉണ്ട്. റൈറ്റ് എന്താണ്? നമുക്ക് കമാൻഡ് കൊടുക്കാനായിട്ടും അവരുടെ അടുത്ത് നിന്ന് ഒബീഡിയൻസ് കിട്ടാനുമായിട്ടുള്ളൊരു റൈറ്റ് നമ്മുടെ അതോറിറ്റിയിൽ ഇൻക്ലൂഡറാണ്. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ദർ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് റൈറ്റ് ഇൻ അതോറിറ്റി. രണ്ടാമത് ലീഗൽ ആൻഡ് ലെജിറ്റിമേറ്റ്. ലീഗലാണ്, അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷൻസ് അല്ലെങ്കിൽ കസ്റ്റംസിനെ ബേസ് ചെയ്ത് ലെജിറ്റിമേറ്റ് ആയിരിക്കായിട്ടാണ് അതോറിറ്റി പോകുന്നത്. ലീഗലാണെന്ന് പറഞ്ഞാൽ ഒരു പവർ ഒരാൾക്ക് കൊടുത്തേക്കുന്ന ലീഗലായിട്ട് തന്നെ കൊടുത്തേക്കുന്ന റൈറ്റാണ്. അതുപോലെ ലെജിറ്റിമേറ്റ്, കസ്റ്റംസും ട്രഡീഷനും അനുസരിച്ചായിരിക്കും അതോറിറ്റി പോകുന്നത്. മൂന്നാമത്തെ ഫോമലാണ്, അതോറിറ്റി ഈസ് ഫോമൽ. നാലാമത്തെ എക്സസൈസ്ഡ് ബൈ മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് സീയിങ് ദാറ്റ് ദേ ആർ ക്യാരിഡ് ഔട്ട്. എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ് ഉണ്ടാക്കാനുള്ളൊരു പവറും അതുപോലെ തന്നെ അവരത് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ളൊരു പവറാണ് അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് അൺലിമിറ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതോറിറ്റി എൻജോയ്ഡ് ബൈ എ പൊസിഷൻ ഈസ് നോട്ട് അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് ആണല്ല, നോട്ട് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡ് ആണ്. ദ എക്സ്റ്റെൻറ്റ് ആൻഡ് ലിമിറ്റ്സ് ആർ ഡിഫൈൻഡ് ഇൻ അഡ്വാൻസ്. ഓൾറെഡി എത്രത്തോളം പവറുണ്ട്, എവിടെ വരെ എത്രത്തോളം ആൾക്കാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതോറിറ്റി എന്ന് പറയുന്നത് നോട്ട് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. പിന്നെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽ, വൺ സുപ്പീരിയർ ആൻഡ് വൺ സബോർഡിനേറ്റ്. അതായത് കമാൻഡ് കൊടുക്കാനായിട്ട് ഒരു സുപ്പീരിയർ വേണം, കമാൻഡ് ചെയ്യാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു സബോർഡിനേറ്റും വേണം. അപ്പം ഒരു ടു ഇൻഡിവിജ്വലിൻ്റെ റിലേഷൻഷിപ്പാണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് എ കീ ടു ദ മാനേജറിയൽ ജോബ്. ഓരോ മാനേജറിയൽ ജോബിനുള്ളൊരു കീ ആണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി ഈസ് യൂസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ളൊരു ടൂളാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ പറഞ്ഞിരിക്കുന്നത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊസസർ. അപ്പം അതോറിറ്റിയുടെ പവർ എത്രത്തോളമാണ് ഓരോ സുപ്പീരിയറിൻ്റെയും കഴിവിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. എത്രത്തോളം സുപ്പീരിയറിന് പേഴ്സണാലിറ്റിയുടെ അതനുസരിച്ചായിരിക്കും അതോറിറ്റിയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കൺട്രോൾ ദ നെഗറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ബിഹേവിയർ. അപ്പോൾ ആരുടെയെങ്കിലും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ്, സബോർഡിനേറ്റ്സിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവറും കൂടി അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു റൈറ്റാണ് അതോറിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ള അതോറിറ്റി ക്യാൻ ബി ഡെലഗേറ്റഡ്. അതോറിറ്റി നമുക്ക് അദ്ദേഹത്തിൻ്റെ അതോറിറ്റി വേറെ ആർക്കെങ്കിലും സബോർഡിനേറ്റ്സിനും ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതോറിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ചേർന്ന് പോകുന്നത് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. Responsibility is a specific duty or work assigned to a particular position. In the words of Allen, responsibility is the work assigned to a position or function. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഡ്യൂട്ടി ഓർ വർക്ക് അസൈൻ ടു എ പർട്ടിക്കുലർ പൊസിഷൻ. ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾക്ക്, അതായത് ഒരു വർക്കർ അല്ലെങ്കിൽ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു മാനേജർ, അവർക്ക് എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ വർക്ക് ചെയ്ത് തീർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കടമയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വർക്ക് അസൈൻ ടു എ പൊസിഷൻ ഓർ ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നു.
വെൻ ദ സുപ്പീരിയർ അസൈൻസ് ഡ്യൂട്ടീസ് ടു ഹിസ് സബോർഡിനേറ്റ്സ് ദ ലാറ്റർ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി പെർഫോം ദ അസൈൻ ടാസ്ക്. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സുപ്പീരിയർ നമുക്കൊരു വർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഒരു സബോർഡിനേറ്റെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള കൺസെപ്റ്റ് ഉണ്ട് റെസ്പോൺസിബിലിറ്റിക്ക്. റെസ്പോൺസിബിലിറ്റി ആസ് എ ഡ്യൂട്ടി ഓർ എ ടാസ്ക്, അതുപോലെ റെസ്പോൺസിബിലിറ്റി ആസ് ആൻ ഒബ്ലിഗേഷൻ. റെസ്പോൺസിബിലിറ്റി ആസ് എ ഡ്യൂട്ടി ഓർ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം മാനേജ്മെൻറ്റ് സ്കോളേഴ്സ് ഡിഫൈൻ റെസ്പോൺസിബിലിറ്റി ആസ് എ ഡ്യൂട്ടി ഓർ ടാസ്ക് അസൈൻ ടു എ സബോർഡിനേറ്റ് ബൈ വിർച്യൂ ഓഫ് ഹിസ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മാർക്കറ്റിങ്ങിൽ ഉള്ളൊരു എംപ്ലോയി ആണെങ്കിൽ, പ്രൊഡക്ഷനിലുള്ളൊരു എംപ്ലോയി ആണെങ്കിൽ അവർക്കൊക്കെ അവരുടേതായ പൊസിഷൻ അനുസരിച്ച് അവർക്ക് ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഡ്യൂട്ടി ഓർ എ ടാസ്ക്, ഏതെങ്കിലും ഒരു ഡ്യൂട്ടിയോ ഒരു ടാസ്കോ ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള സബോർഡിനേറ്റിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കൺസെപ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ ആസ് ആൻ ഒബ്ലിഗേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു പെർഫോം ദ ഡ്യൂട്ടി അസൈൻ ടു ഹിം. അപ്പോൾ രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞൊരു കടമയാണ്. അസൈൻ ചെയ്തിരിക്കുന്ന വർക്ക് കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു കടമയെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രണ്ട് കൺസെപ്റ്റാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ടാസ്ക് ആയിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒബ്ലിഗേഷനായിട്ട് നമ്മൾ ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പം ആ പൊസിഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ജോലി നമ്മൾ ചെയ്തിരിക്കേണ്ടതാണെന്നുള്ള കടമ എന്നുള്ള രീതിയിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റിനെ എടുക്കാം. ഇനി അടുത്ത ഫീച്ചേഴ്സ് പറഞ്ഞിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി അസൈൻ ടു ഹ്യൂമൻ ബീങ്സ് ഓൺലി. റെസ്പോൺസിബിലിറ്റി നമുക്ക് ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. മെഷീൻസിനോ അല്ലെങ്കിൽ അസറ്റ്സിനോ ഒന്നും റെസ്പോൺസിബിലിറ്റി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെയുള്ളത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടായി വരുന്നത്. ഒരു സബോർഡിനേറ്റ് ഉണ്ടായിരിക്കണം, ഒരു സുപ്പീരിയർ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായി വരത്തുള്ളൂ. തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ഒബ്ലിഗേഷൻ ഓർ ഇറ്റ് മേ ബി കൺഫൈൻ ടു ദ പെർഫോമൻസ് ഓഫ് എ സിംഗിൾ ഫംഗ്ഷൻ. ഒന്നെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കടമയാണ്, കണ്ടിന്യൂസ് ഒബ്ലിഗേഷനാണ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഫംഗ്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു കാര്യമായിരിക്കും, ഇല്ലെങ്കിൽ ഒരു സിംഗിൾ ജോലി ചെയ്യാനുള്ളത് ഒരു ടാസ്ക് ആയിരിക്കും റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഫോർത്ത് വൺ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻസ് ഓർ ടാർഗറ്റ്സ് ഓർ ഗോൾസ്. അപ്പം റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് ബേസിലോ ഇത്രയും ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഗോൾ അച്ചീവ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരു ഗോളിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ഫങ്ഷൻ്റെ ഫോമിലോ ടാർഗറ്റിൻ്റെ ഫോമിലോ ഒക്കെ ആയിരിക്കും റെസ്പോൺസിബിലിറ്റി വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഈസ് അബ്സല്യൂട്ട് കനോട്ട് ബി ഡെലഗേറ്റഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ടാണ്, നമുക്ക് ഡെലഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വാർഡ്. സബോർഡിനേറ്റ് ഈസ് ഓൾവേസ് റെസ്പോൺസിബിൾ ടു ഹിസ് സുപ്പീരിയർ. അപ്പം റെസ്പോൺസിബിലിറ്റി എപ്പോഴും അപ്വാർഡ് ഫ്ലോ ആയിരിക്കും വരുന്നത്. കാരണം സബോർഡിനേറ്റ്സ് ആണ് എപ്പോഴും ജോലി ചെയ്ത് തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റ്സിന് സുപ്പീരിയറിലോട്ട് പോകുന്ന ഒരു അപ്വാർഡ് ഫ്ലോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7.1 റെസ്പോൺസിബിലിറ്റി ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് അതോറിറ്റി ആൻഡ് സോ ഇറ്റ് കമൻഷറേറ്റ് വിത്ത് അതോറിറ്റി. അപ്പം അതോറിറ്റിയിൽ നിന്നാണ് ഇതുണ്ടായി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഇറ്റ് ക്രിയേറ്റ്സ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ടു ഗോ ടുഗദർ. അപ്പം അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി രണ്ടും നമ്മൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്നുള്ള രീതിയിൽ പോകുന്ന കാര്യമാണ് അക്കൗണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി. രണ്ടും നമുക്കൊരു പർട്ടിക്കുലർ ജോലി ചെയ്ത് തീർക്കാനുള്ള ഒബ്ലിഗേഷനെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് അത് നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. ഈ രണ്ടെണ്ണത്തിൻ്റെ മീനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ രണ്ടും കൂടി നോക്കിയിട്ട് 4 പോയിൻ്റേ ഉള്ളൂ. ഇപ്പോൾ ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് പഠിച്ചു പോകണം. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് അക്കൗണ്ടബിലിറ്റി. എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഒപ്പം തന്നെ പോകുന്ന ഒരു ടൈമാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ടു ക്യാരി ഔട്ട് റെസ്പോൺസിബിലിറ്റി ആൻഡ് എക്സർസൈസ് അതോറിറ്റി ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ചെയ്തു തീർക്കാനുള്ള ഒരു ഒബ്ലിഗേഷനെയും അതുപോലെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എക്സർസൈസ് ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് എ പേഴ്സൺ അക്സെപ്റ്റ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദ അസൈൻ ടാസ്ക്. അപ്പം അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കടമ, ഒരു റെസ്പോൺസിബിലിറ്റി, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ആ ഒരു നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ അക്കൗണ്ടബിലിറ്റി എന്നൊരു ടേമും കൂടി ഡിറൈവ് ചെയ്യുകയാണ്. കാരണം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ വർക്ക് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ when a work is delegated to a subordinate, he becomes accountable to the delegator for the performance of the work. അപ്പം സുപ്പീരിയർ സബോർഡിനേറ്റ് ഏതെങ്കിലും ഒരു വർക്ക് ഡെലഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന വർക്ക് ചെയ്ത് തീർക്കുക എന്നുള്ളത് ആ ചെയ്ത് തീർക്കുക എന്നുള്ളൊരു കടമ നമ്മുടെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സബോർഡിനേറ്റ് സുപ്പീരിയറിൻ്റെ ഒരു അക്കൗണ്ടബിൾ ആയിരിക്കും, സുപ്പീരിയറുമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടബിലിറ്റി ക്യാനോട്ട് ബി ഡെലഗേറ്റഡ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് ഡെലഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓൾവേസ് അപ്പാർഡായിരിക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുടെ അതേ സെയിം ഫീച്ചേഴ്സിനാണ്, ഒന്ന് അപ്പാർഡായിരിക്കും എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ്സിന് സുപ്പീരിയറിലോട്ടായിരിക്കും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി എപ്പോഴും പോകുന്നത്. യൂണിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബോർഡിനേറ്റ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ഓൺലി വൺ ബോസ്. അതായത് ഒരു ബോസ് അല്ലെങ്കിൽ ഒരു സുപ്പീരിയറോട് മാത്രമാണ് ഒരു സബോർഡിനേറ്റ്സ് എപ്പോഴും അക്കൗണ്ടബിൾ ആവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജോലി തന്നിരിക്കുന്ന ഏത് സുപ്പീരിയറാണോ ആ സുപ്പീരിയറോട് മാത്രമാണ് നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവത്തുള്ളൂ. യൂണിറ്ററിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് വൺ, അക്കൗണ്ടബിലിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യം ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. അപ്പം ഇങ്ങനെ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് അക്കൗണ്ടബിലിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്സിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തോ എന്നുള്ള കാര്യം നമ്മളെപ്പോഴും സുപ്പീരിയർ ഉറപ്പ് വരുത്താറുണ്ട്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി സ്റ്റാൻഡേർഡ്സും കൂടി വരുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റിയിലൊരു സ്റ്റാൻഡേർഡ്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടബിലിറ്റി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുള്ളൂ. അക്കൗണ്ടബിലിറ്റി എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും റെസ്പോൺസിബിലിറ്റി പോലെ തന്നെയുള്ള ഒരു ടേമാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി വേണ്ട കാര്യം നമ്മൾ പറഞ്ഞു. റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി അടുത്തത് അതോറിറ്റി ഡെലഗേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. The manager cannot himself perform all the managerial function. He will have to divide his work and entrust some of it to his subordinates. The process of dividing and entrusting work to others is known as delegation. അതായത് രണ്ടാമത്തെ സെൻറ്റൻസ് തൊട്ട് ഒരു മാനേജറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ മൊത്തം ഒന്നും അയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അദ്ദേഹം ഡിവൈഡ് ചെയ്യുകയും സബോർഡിനേറ്റ്സിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വർക്ക് ഡിവൈഡ് ചെയ്ത് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നതിനെയാണ് ഡെലഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് ദിസ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ വെച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ഡെഫിനിഷൻ ലൂയിസ് അലൻ്റെ ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ഡെലഗേഷൻ ഈസ് ദ എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു അനദർ ആൻഡ് ദ ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ഫോർ പെർഫോമൻസ്. അപ്പം ഡെലഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയും അവരുടെ അടുത്ത് നിന്ന് നമ്മുടെ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഡെലഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ എലമെൻറ്റ് ഓഫ് ഡെലഗേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് എലമെൻറ്റ് ഡെലഗേഷനിലുള്ള ഡിറ്റർമിനേഷൻ ഓഫ് റിസൾട്ട് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സുപ്പീരിയറെ സംബന്ധിച്ച് എത്രത്തോളം റിസൾട്ട് ആവശ്യമുണ്ട്, ഒരു സുപ്പീരിയറെ സംബന്ധിച്ച് ഒരു ജോലിയിൽ എത്രത്തോളം റിസൾട്ട് ആവശ്യമുണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എത്രത്തോളമാണെന്ന് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് അല്ലെ ഒന്നാമത്തെ എലമെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം, എത്രത്തോളം റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ഏതൊക്കെ ജോലികൾ അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ എലമെൻറ്റിൽ നിന്ന് അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ഓർ റെസ്പോൺസിബിലിറ്റി, അത് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഫസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ ഏത് ഒബ്ജക്റ്റീവാണ് അച്ചീവ് ചെയ്യുന്നത് അത് ഡിറ്റർമിൻ ചെയ്യുക. അതിന് ശേഷം ഈ അച്ചീവ് ചെയ്യാനുള്ള ആ കാര്യം ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. തേർഡ് പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി. അപ്പം ഈ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഈ ഡ്യൂട്ടീസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചില പർട്ടിക്കുലർ ഏരിയാസിൽ അദ്ദേഹത്തിൻ്റെ അതോറിറ്റി കൂടി അദ്ദേഹം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം
അഡിക്കേറ്റ് അതോറിറ്റി ഇല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് അവരുടെ ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുമ്പം കാരണം സുപ്പീരിയറാണ് ഈ ഒരു ഡ്യൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ സുപ്പീരിയർ ചെയ്യേണ്ട ഒരു ജോലിയായിരിക്കും ഒരു പക്ഷേ സബോർഡിനേറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ സുപ്പീരിയർക്ക് ഉള്ള പവർ അല്ലെങ്കിൽ അതോറിറ്റി അതും കൂടി സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഒരു ജോലി കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ റിസോഴ്സ് യൂസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനുള്ള ഏരിയ ആണെങ്കിലും ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അതോറിറ്റി കൂടി കൂടണം. സബോർഡിനേറ്റ്സിന് അതോറിറ്റി കൂടെ ആവശ്യമുണ്ട്. അപ്പം അതോറിറ്റിയും കൂടി സബോർഡിനേറ്റ്സിന് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ എലമെൻ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാലാമത് പറഞ്ഞിരിക്കുന്നത് ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. ഇപ്പം നമ്മൾ പറഞ്ഞു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അക്കൗണ്ടബിലിറ്റിയും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരു പർട്ടിക്കുലർ ടാസ്ക് കൊടുക്കുക, ആ ടാസ്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ഒബ്ലിഗേഷനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതോറിറ്റി കൊടുത്തിരിക്കുന്ന സുപ്പീരിയറോട് മറ്റ് സബോർഡിനേറ്റ്സിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പം അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു എലമെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടു സം അപ്പ് ഡ്യൂട്ടി, അതോറിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആർ 3 എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ഡെലഗേഷൻ. 3 എലമെൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: ഡ്യൂട്ടി, അതോറിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഡ്യൂട്ടി കൊടുക്കുക, അതോറിറ്റി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഡെലഗേഷൻ ഓഫ് അതോറിറ്റിയുടെ എലമെൻ്റായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണ്. ഫസ്റ്റ്, ഷെയറിങ് ഓഫ് വർക്ക് ലോഡ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെ ഒരു വർക്ക് ഫുള്ളായിട്ട് മാനേജർക്കോ അല്ലെങ്കിൽ സുപ്പീരിയർക്കോ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡെലഗേഷൻ എന്ന ടേംസ് വന്നിരിക്കുന്നത്. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, പിന്നെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കേണ്ട ഏരിയാസിൽ നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ മോട്ടിവേഷൻ, അതോറിറ്റിയും അതുപോലെ തന്നെ സുപ്പീരിയർക്ക് കിട്ടിയേക്കുന്ന ഡ്യൂട്ടീസും ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പം എംപ്ലോയീസിന് അവരെയും കൂടി പങ്കെടുപ്പിക്കുന്നുണ്ടല്ലോ എന്നൊരു അവയർനെസ് ഉണ്ടാവുകയും അപ്പോൾ അതുവഴി ഒരു മോട്ടിവേഷനായിട്ട് നമ്മുടെ ഡെലഗേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാനും എംപ്ലോയീസിൻ്റെ മൊറൈൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ ഒരു ഡെലഗേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിനിങ്, അപ്പം ഇന്നത്തെ സബോർഡിനേറ്റ്സ് എന്ന് പറയുന്ന നാളത്തെ സുപ്പീരിയർ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സുപ്പീരിയർ ഇപ്പോൾ ചെയ്യുന്ന ജോലി സബോർഡിനേറ്റ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭാവിയിൽ എപ്പോഴെങ്കിലും സുപ്പീരിയർ ആയി വരുമ്പം അവർക്ക് അതിനുള്ളൊരു ട്രെയിനിങ് കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെലഗേഷൻ വരുന്നത്. എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്, പിന്നെയുള്ള അടുത്തൊരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും ഡൈവേഴ്സിഫൈ ചെയ്യാനൊക്കെ ഉള്ളൊരു ടീം കോമ്പിറ്റൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഈ ഡെലഗേഷൻ സഹായിക്കും. വർക്കേഴ്സ് കൂടുതൽ ഹയർ ഡ്യൂട്ടീസ് ചെയ്യുന്ന വഴി അവർ കൂടുതൽ കോമ്പിറ്റൻ്റ് ആവുകയും അതുപോലെ തന്നെ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവുകയും ചെയ്യുന്നു. അതുവഴി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുകയും പിന്നെ ഉള്ളത് സ്പെഷ്യലൈസ്ഡ് നോളജ്. സബോർഡിനേറ്റ്സ് സുപ്പീരിയറിൻ്റെ ജോലിയും കൂടി ചെയ്ത് കഴിയുമ്പം അതിന് സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു നോളജും കൂടി, അതായത് സബോർഡിനേറ്റ്സിൻ്റെ നോളജ് ഇൻക്രീസ് ചെയ്യാനും ഡെലഗേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 7th വൺ, എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്. Delegation provides basis for efficient and effective functioning of the firm by binding the formal organization together. അപ്പം ഒരു ഫോർമൽ ഓർഗനൈസേഷന് എല്ലാവരും ഒരുമിച്ച് സുപ്പീരിയർ സബോർഡിനേറ്റ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഒരുപാട് ടഫ് ആവാതെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാനായിട്ട് സാധിക്കുന്നു. അതനുസരിച്ച് എംപ്ലോയീസ് അവർക്ക് കിട്ടിയ ജോലി കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ ഓർഗനൈസേഷൻ എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ടും ഡെലഗേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 8th വൺ, ബെറ്റർ പെർഫോമൻസ്. എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും ബെറ്റർ പെർഫോമൻസ് അക്യൂർ ചെയ്യാനായിട്ട് ഡെലഗേഷൻ സഹായിക്കുന്നുണ്ട്. കാരണം റെസ്പോൺസിബിലിറ്റി കിട്ടുമ്പോഴത്തേനും അത് ചെയ്തു തീർക്കാനുള്ള ഒരു ടെൻഡൻസി വർക്കേഴ്സിനുണ്ടാകും. അപ്പോൾ അങ്ങനെ ചെയ്തു തീർക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആകും. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയി കഴിയുമ്പോൾ ബെറ്റർ പെർഫോമൻസ് ബിസിനസ്സിൽ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ബെറ്റർ റിലേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുപ്പീരിയർ സബോർഡിനേറ്റ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻറ്ററാക്ഷൻ വരുവാണ്, അല്ലെങ്കിൽ ഒരു പരസ്പര ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ് സുപ്പീരിയർ സബോർഡിനേറ്റിലെ എംപ്ലോയി മാനേജർ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആകാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലഗേഷൻ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലഗേഷൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു റിവിഷൻ ക്ലാസ് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലഗേഷനും ഡീസെൻട്രലൈസേഷനും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ഓക്കെ.